എല്ലാവരും ശ്രദ്ധിക്കൂ. എല്ലാവരും എന്നോടൊപ്പം ഇരുന്ന് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ ആഹാരം എടുക്കൂ. ആഹാരം കഴിക്കൂ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. മേജർ ഇപ്പോൾ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവുകയാണ്. ബർത്ത്ഡേ കേക്ക് കൊണ്ടുവാ. ഇപ്പൊ തന്നെ പോയി കൊണ്ടുവരാ. ലെഫ്റ്റ്. ഇത് കൊള്ളാമല്ലോ ഗുരു. മേജർ സാറിന്റെ ഒപ്പം എനിക്കും തന്നെ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണെന്നാ എനിക്ക് തോന്നുന്നത്. ഇതുപോലത്തെ ഒരു ബർത്ത്ഡേ കേക്ക് ഇന്ന് ഞാൻ മുറിച്ചില്ല എങ്കിൽ ഇനി ഒരിക്കലും ഞാൻ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കില്ല. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. പ്രിയ സുഹൃത്തുക്കളെ, ബർത്ത്ഡേ കേക്കും ഇവിടെ വരും. അദ്ദേഹം അത് മുറിക്കുകയും ചെയ്യും. നിങ്ങൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഞങ്ങൾ 1 മണിക്കൂറിൽ തിരിച്ചു വരാം. പക്ഷെ എന്റെ ഗുരു, അങ്ങനത്തെ ഒരു സെയിം ടു സെയിം കേക്ക് നമുക്ക് എവിടുന്ന് കിട്ടാനാ? ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം, കൊള്ളാം, കൊള്ളാം. മേജറിന്റെ ഫേവറേറ്റ് കേക്ക് കിട്ടിയിരിക്കുകയാണ്. അതെ ഗുരു, നമുക്ക് ഒരു പ്രശ്നവും കൂടാതെ അതേപോലത്തെ ഒരു കേക്ക് തന്നെ കിട്ടിയിരിക്കുന്നു. കേക്ക് വേണമെങ്കിൽ കാശ് എന്നിട്ട് കേക്ക് എടുത്തോണ്ട് പോയിക്കോ. എന്റെ പൊന്നു പോലെ, ഞാൻ ഇപ്പൊ തന്നെ പോയി പൈസ എടുത്തോണ്ട് വരാം. നമുക്ക് കേക്ക് മാത്രമല്ല, ഒരു കേക്ക് കട തന്നെ വെക്കാം. ആ. ഇത് വെറും ചില്ലറ പൈസയല്ലേ ഗുരു? ബർത്ത്ഡേ കേക്ക് വാങ്ങാനുള്ള പൈസ എവിടുന്ന് കിട്ടും? തുളിമഴ തുളിമഴയാണ് പെരുവെള്ളമാകുന്നത്. അതുപോലെ ഈ ചില്ലറ പൈസകൾ നോട്ടായി മാറും. ആഹാ, കൊള്ളാം. എന്തായാലും നമ്മൾ വിചാരിച്ച കേക്ക് വാങ്ങിക്കാൻ ഈ പൈസ ധാരാളം മതി. എന്നാ താമസിക്കണ്ട ഗുരു, നമുക്ക് പോയി ബർത്ത്ഡേ കേക്ക് വാങ്ങാം. എല്ലാം കൊളമായല്ലോ പോലെ. പോയി, തട്ടിപ്പോയി. അവസാനം ഈ കേക്ക് നമ്മളെ മാത്രമല്ല, ഈ ലോകം തന്നെ വിട്ടു പോയല്ലോ പോലെ. എന്റെ പൊന്നു മാഷേ, ഏതോ ഒരു ബുദ്ധിയില്ലാത്തവൻ കാരണം ഞങ്ങളുടെ ബേക്കറി തന്നെ നശിച്ചു പോയി മാഷേ. എന്താ പറയുന്നേ? ആരായിരിക്കും ഇത് ചെയ്ത അലവലാതി? കേക്ക് ചേട്ടാ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ കേക്ക് ഉണ്ടാക്കി തരുമോ? സെയിം ടു സെയിം അതുപോലെ തന്നെ ഉണ്ടാക്കി തരണേ. ഇനി അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല മാഷേ. ഞാനെന്നല്ല, ഈ പൊട്ടണത്തിൽ ആരെ കൊണ്ടും കേക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അല്ല, അതെന്താ? കേക്ക് ഉണ്ടാക്കുന്നവരെല്ലാം മിന്നൽ പണിമുടക്ക് ചെയ്യുവാണോ? അല്ല മോനെ, അങ്ങനെയല്ല. ഈ പട്ടണത്തിൽ കേക്കുണ്ടാക്കാൻ ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും ഇവിടെ നിന്ന് മോഷണം പോയിരിക്കുകയാണ്. മോഷണം പോയോ? ഇതൊക്കെ മോഷ്ടിച്ചോണ്ട് പോയത് ആരായിരിക്കും? കേക്ക് ഉണ്ടാക്കാനായി വച്ചിരുന്ന പാല്, ക്രീം, പഞ്ചസാര, പിന്നെ മൈദ എല്ലാം ഞാൻ അടിച്ചു മാറ്റി. കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നുമില്ലാതെ മേജറിനുള്ള ബർത്ത്ഡേ കേക്ക് എങ്ങനെ അവർക്കുണ്ടാക്കാൻ സാധിക്കും? ഇനി എന്തായാലും ഗുരുവിനും പോലേക്കും കേക്ക് പോയിട്ട് ഒരു റൊട്ടി പോലും ഉണ്ടാക്കാൻ പറ്റില്ല. കലക്കി ആശാനേ. പോടാപ്പാ, ഇപ്രാവശ്യം അവർക്ക് തോൽവി ഉറപ്പാ. മൊത്തത്തിൽ നാണക്കേടാവുന്നാ തോന്നുന്നത്. മേജറിന്റെ ബർത്ത്ഡേ കേക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മേജറിന്റെ മുഖത്ത് നോക്കുന്നേ? എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അതെ ഗുരു, അങ്ങോട്ട് നോക്ക്. നമുക്ക് ഉപകാരം ചെയ്യാൻ ഒരുത്തിന് ഓടി വരുന്നുണ്ട്.
വിട് വിട് എന്നെ വിട്, അല്ലെങ്കിൽ അവൻ എന്നെ വിടില്ല. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. എന്റെ പൊന്നനിയ, ഞാൻ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഞാൻ നിങ്ങളെ എങ്ങനെ രക്ഷിക്കുന്നത്? എന്നെ വിട്. എന്റെ പൊന്നു സുഹൃത്തെ, തനിക്ക് എന്ത് പറ്റി? എന്ത് തമാശ കണ്ടിട്ടാ ഞങ്ങളെ നോക്കി ചിരിക്കുന്നേ? ആ കാള നിങ്ങൾക്ക് തരാൻ പോകുന്ന പണി ഓർക്കുമ്പോ എനിക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല. എന്റെ ഈ ചെറിയ ചോപ്പ് തൂവാല് കണ്ടപ്പോ തന്നെ അവന് വട്ടായി. അപ്പൊ നിങ്ങളുടെ ഈ വലിയ ചെമപ്പ് ഡ്രസ്സ് കാണുമ്പോ എന്തായിരിക്കും സ്ഥിതി എന്ന് ഓർത്ത് നോക്ക്. പണി കിട്ടി. ഓടിക്കോടാ, ഓടിക്കോ. ഒന്ന് പെട്ടെന്ന് ഓടറാ പോലെ. ഓടിക്കോ ഓടിക്കോ, വേഗം ഓടിക്കോ. ഞാൻ സ്ലോ ആയല്ലോ. എന്റെ ചക്കരേ, എന്നെ ഒന്ന് പിടിച്ചോണേ. താങ്ക് യു. അതടുത്തെത്തി. ഓടിക്കോ ഓടിക്കോ. എന്താ ഇത്? എന്റെ പപ്പടം മുഴുവനും നശിപ്പിച്ചു. ഓ, ഇത് ഗുരുവിന്റെയും ബോലയുടെയും പണിയായിരുന്നോ? വളഞ്ഞ വഴി എന്ന് പറയുന്നത് ഇതൊക്കെയാണോ? അയ്യോ വേണ്ട, ഡ്രമ്മും ചോപ്പ്. ഞങ്ങള് ബീഫ് കഴിക്കുന്നവരല്ലേ, ഞങ്ങളിങ്ങനെ ഒട്ടിക്കല്ലേ. ഓടിക്കോ ഓടിക്കോ. ഇനിയിപ്പോ എന്താ ചെയ്യാ ഗുരു? ഈ കാള എന്റെ പുറകിൽ തന്നെ ഉണ്ട്. ഇവന്മാര് രണ്ടുപേരും ഇവിടെ എന്തെടുക്കുകയാണ്? ഓ എന്റെ ആശാനെ, 2 അല്ല 3 എണ്ണോ. ഈ കറുത്ത കാള നമ്മളെയും കൊണ്ടേ പോകും. ഒരല്പം റെസ്റ്റ് എടുക്കാം. ആ കാളക്കൂട്ട് പോയെന്നാ തോന്നുന്നു. അയ്യോ, അത് നമ്മളെ കൊണ്ടേ പോവും. അതാ കഥ. പോലെ നമ്മുടെ പണി തീർന്നടാ. തകദിം തകദിം താളം കൊട്ടി ഗുരുപാടി പോലെ നൃത്തം ആടി. सांड भाई, सांड भाई. हेलो हेलो सांड भाई केम छो सांड भाई वड़कम सांड भाई वेलकम सांड भाई नमस्कार नमस्कार. हेलो हेलो सांड भाई केम छो सांड भाई वड़कम सांड भाई वेलकम सांड भाई सत श्री अकाल सांड भाई. आगे आगे रनिंग ऊपर नीचे टर्निंग पीछे बर्निंग दाएं बाएं घूमिंग. मैं थक गया भाई. मैं जाऊं. रनिंग नींद कचकटिंग अरे टर्निंग उई या बर्निंग. अरे भागिंग अरे दे बच के अरे कचके अरे हम कूदिंग अरे घूमिंग अरे घूमिंग रे. എന്റെ പൊന്നു പോലെ, നീ ഒരു അടിപൊളി കേക്കാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നേ. ഹാപ്പി ബർത്ത്ഡേ മേജർ സാബ്. ഇപ്പൊ സന്തോഷം ആയല്ലോ അല്ലേ? മേജറിന്റെ ലെഫ്റ്റും സന്തോഷമാണ്, മേജറിന്റെ റൈറ്റും സന്തോഷമാണ്. ഇനി അടുത്ത വർഷവും നിങ്ങളോടൊപ്പമായിരിക്കും ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുക. കേക്ക് കഴിക്കൂ. ലെഫ്റ്റ്
റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. എന്റെ ബർത്ത്ഡേ കേക്കിൽ വെച്ച് ഇതാണ് ഏറ്റവും രുചി കൂടിയ ബർത്ത്ഡേ കേക്ക്. മേജർ, ഗുരുവിനും ഭോലയ്ക്കും സല്യൂട്ട് കൊടുക്കും. സല്യൂട്ട് കൊടുത്തു. ഗുരു അങ്ങടെ കഴിവൊരു കഴിവ് തന്നെയാ. എന്റെ അല്ല, നമ്മുടെ